നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ക്ലാസ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ആന്ത്രോപോളജി ആസ് ആൻ ഓപ്ഷണൽ സബ്ജക്റ്റ്. എന്തുകൊണ്ടാണ് ഒരുപാട് ആസ്പിറൻസ് ആന്ത്രോപോളജി ചൂസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ആന്ത്രോപോളജി എന്ന സബ്ജക്റ്റ് നമുക്ക് പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റാണ്. ഇന്ന് പഴയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതൊരു ഗ്രാജുവേഷൻ ആയിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മദ്രാസ് യൂണിവേഴ്സിറ്റി, മുംബൈ, കൽക്കട്ട ആൻഡ് JNU ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് കൂടുതലും ഇപ്പോൾ താല്പര്യപ്പെട്ട ആരും എടുക്കുന്നില്ല, ഒരു ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ എടുക്കുന്നില്ല. ഹാസ് ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ സോഷ്യൽ ആന്ത്രോപോളജി, ഐ ഹാവ് knowledge about this subject. So with that, based on my knowledge, I am sharing my views whether we can take this subject for UPSC or not. ഇത് നമുക്ക് UPSCക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്, സജഷൻ. സോ ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, ആന്ത്രോപോസ് ആൻഡ് ആന്ത്രോപോസ് മീൻസ് മാൻ ആൻഡ് ലോഗോസ് മീൻസ് സ്റ്റഡി. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് മാൻ. സോ anthropology is a subject which deals with origin and evolution of human beings. UPSCയിൽ രണ്ട് പേപ്പറുകളുണ്ട്. That is paper 1 and paper 2. Paper 1 is general anthropology and paper 2 Indian anthropology. മറ്റുള്ള ഹിസ്റ്ററി, ജോഗ്രഫി പോലെയുള്ള സബ്ജക്റ്റ് പോലെ നിങ്ങൾക്ക് അധികമായിട്ട് ഇത് വന്ന് നമ്മൾക്ക് പ്രിലിംസിലോ ഒന്നും ഇത് വരാനുള്ള സാധ്യതകൾ കുറവാണ്. പ്രിലിംസിലൊന്നും ആന്ത്രോപോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല. അപ്പം അത് ഞാൻ നേരത്തെ തന്നെ പറയുവാണെങ്കിൽ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്കോറിംഗ് സബ്ജക്റ്റ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിലബസ് ഈസ് വെരി ലെസ്. ദ തേർഡ് തിങ് ഈസ് ദാറ്റ് ഈ രണ്ട് പേപ്പറിലും ഒരേപോലെയുള്ള കോൺസെപ്റ്റുകളാണ്. ഒരേ കോൺസെപ്റ്റ് തന്നെ പേപ്പർ 1-ലുള്ളത് പേപ്പർ 2-ലും വരാറുണ്ട്, പേപ്പർ 2-ലുള്ളത് പേപ്പർ 1-ലും വരാറുണ്ട്. അത് ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ചൂസിങ് ദിസ് സബ്ജക്റ്റ്. ഇപ്പൊ ഇതിലെ സബ്ജക്ട് മാറ്റർ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പേപ്പർ 1-ന്റെ സബ്ജക്ട് മാറ്റർ, ഫസ്റ്റ് സബ്ജക്ട്, വാട്ട് ഈസ് ആന്ത്രോപോളജി, ഹൗ ആന്ത്രോപോളജി ഈസ് റിലേറ്റഡ് ടു അതർ സബ്ജക്ട്സ്, സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദ സബ്ജക്ട്, ഇങ്ങനെയുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ളതാണ് ആദ്യത്തെ ചാപ്റ്റർ. അടുത്തത് എവല്യൂഷൻ. ഈ ആന്ത്രോപോളജി എന്ന സബ്ജക്ട്, ഇഫ് യു ലുക്ക് ഇൻ ടു ദ സബ്ജക്ട് ഡീപ്ലി, ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹിസ്റ്ററി ആൻഡ് ബയോളജി. ഈ സബ്ജക്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയും ബയോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. എവല്യൂഷൻ എന്ന ചാപ്റ്റർ എ കംപ്ലീറ്റ്ലി ഹിസ്റ്ററി ചാപ്റ്റർ. ഇൻ ദിസ് ചാപ്റ്റർ വി സ്റ്റഡി പ്രീ ഹിസ്റ്ററി, പാലിയോലിത്തിക് പീരിയഡ്, നിയോലിത്തിക് പീരിയഡ്, ചാൽക്കോലിത്തിക്, അങ്ങനെയുള്ള പീരിയഡ്സിനെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കാറുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഹിസ്റ്ററി ചാപ്റ്ററാണ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ആൾമോസ്റ്റ് എ സോഷ്യോളജിക്കൽ സബ്ജക്ട്. മാരേജ്, ഫാമിലി, കിൻഷിപ്പ്, കാസ്റ്റ് ഈസ് എ സെപ്പറേറ്റ് ചാപ്റ്റർ in UPSC for under anthropology. Then theories, anthropologistന്റെ theories ആണ് ഒരു ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇസ് ദിസ്. Then genetics നമ്മൾ ക്രോമോസോമിനെ കുറിച്ചും ക്രോമോസോമൽ അബറേഷൻസ്, വേരിയസ് ടൈപ്സ് ഓഫ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്, ഡിസീസ്, ക്രോമോസോമിനെ കുറിച്ചും സ്കെലിറ്റൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു ബയോളജി ചാപ്റ്റർ. ആൻഡ് ദെൻ അപ്ലിക്കേഷൻ, ഹൗ ആന്ത്രോപോളജി is applicable is applied in our day-to-day life. How it is applied in defense, how it is applied in medicine, how it is applied in our day-to-day life. That is this chapter. And then archaeology. Archaeology is a separate discipline. Anyway, it is a part of history. So you can see that it is a combination of history and biology. And then the next paper, second paper, Indian anthropology. It is all about India. The same chapters repeat. Evolution, the same thing. Indian society. It is about Indian society. And then tribes. One extra additional is tribes. And application, I told you that it is about India. How anthropology is applied in India in the day-to-day life of Indians. And then archaeology. Here tribes is an additional one we are studying here. So the subject is very easy to understand. If you have interest, you can choose this. And subject is very less. If you have interest in history and biology, you can choose this. And then sources we are going to discuss here. Physical anthropology for paper 1, ഒരു ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് P. നാഥിന്റെ ഒരു പുസ്തകമാണ്. അതിനുശേഷം സോഷ്യൽ ആന്ത്രോപോളജിക്ക് എംബർ ആൻഡ് എംബറിന്റെ പുസ്തകമാണ്. പിന്നെ മജുംദാർ ആൻഡ് മദൻ, സോഷ്യൽ ആന്ത്രോപോളജി ബൈ മജുംദാർ ആൻഡ് മദൻ, അത് ഞാനൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. വളരെ എളുപ്പമുള്ള ഒരു പുസ്തകമാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അത് നിങ്ങൾ ഉപയോഗിക്കാം. ഇന്ത്യൻ ആന്ത്രോപോളജിക്ക് നദീം ഹസന്റെ പുസ്തകം
വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല, RN ശർമ്മയുടെ ഇന്ത്യൻ സൊസൈറ്റി, ഒരു പഴയ പുസ്തകമാണ് ഇന്ത്യൻ സൊസൈറ്റി, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ ആശ്രമ സിസ്റ്റത്തിനെ കുറിച്ചും കാസ്റ്റിസം, ആശ്രമ സിസ്റ്റം, ഇങ്ങനെയുള്ള പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ശർമ്മ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ആ പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ചെറിയ പുസ്തകമാണ്, ഈസി ടു സ്റ്റഡി. ആൻഡ് ദെൻ തോട്ട്സ്, അതായത് ആന്ത്രോപോളജിക്കൽ തോട്ട്സ്, തിയറീസ്, അതിന് ഉപാധ്യായ ആൻഡ് ഗയ പാണ്ഡെ ഇവരുടെ പുസ്തകങ്ങളാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ആൻഡ് ദെൻ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, ആ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ട്രൈബൽസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കറണ്ട് ഡേറ്റാസ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ എക്സാമിൽ അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കറണ്ട് ഇൻഫർമേഷൻസ്, ഇറ്റ് ഈസ് മാർക്ക് സ്കോറിംഗ്. അതേപോലെ ബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഫ്ലോ ചാർട്ട്സ് ഉപയോഗിക്കാം, ഡയഗ്രാംസ് ഉപയോഗിക്കാം. അത് മാർക്ക് സ്കോറിങ്ങിന് ഒരു ടിപ്സാണ്. അതിനുശേഷം നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വരാറുള്ള ഈ ട്രൈബൽസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ്, നമുക്ക് ഒരുപാട് ട്രൈബൽസ് ഉണ്ട്. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബൽസ്, ഹോ, സന്താൾസ്, പിന്നെ ഇവിടെയുള്ള പണിയാസ് ട്രൈബ്സ്, അങ്ങനെയുള്ള ഒരുപാട് കല്ലർ ട്രൈബ്സ്, അങ്ങനെയുള്ള ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഓരോ ആർട്ടിക്കിൾസ് ഫ്രണ്ട് ലൈനിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട് ലൈൻ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദിസ് സബ്ജക്റ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എ മാർക്ക് സ്കോറിംഗ് സബ്ജക്റ്റ് if you choose this subject. I wind up here. Thank you. Have a nice day. All the best.